ഓം ശാന്തി. 28/9/69 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. ബാബ സത്യതയും ശുദ്ധതയും കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. കൈ സമജ്തേ ഹൈ കി ഹം തോ സച്ചേ ഹൈ ലേക്കിൻ മുझे സമझാ നഹീ ജാതാ ഹൈ. അപ്പോൾ പല കുട്ടികളും വിചാരിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ സത്യമാണ്, പക്ഷെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. സച്ചാ ഹീര കവി ചിപ്പ് തോടി ഹി സക്ത ഹൈ. സത്യമായ രത്നം ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല. इसलिए समझना कि मैं ऐसा हूँ परंतु मुझे ऐसा समझा नहीं जाता है, यह भी सच्चाई नहीं है. അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കുകയാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ്, ശരിയാണ്, പക്ഷേ എന്നെ ആരും ശരിക്കും മനസ്സിലാക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതും സത്യതയല്ല. സച്ചായി കവി छिप नहीं सकती है और सच्चे सबके प्रिय बन जाते हैं. സത്യത ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല. സത്യം എല്ലാവർക്കും, സത്യമായിട്ടുള്ളവരെ എല്ലാവർക്കും പ്രിയവുമായിരിക്കും. അപ്പോൾ ബാബ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്, സത്യമായിട്ടുള്ള മണി അഥവാ രത്നം അതൊരിക്കലും മറഞ്ഞിരിക്കുകയില്ല. അതെപ്പോഴും ലോകത്തിൻ്റെ മുന്നിൽ പ്രശസ്തമാകും. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും അസത്യം അല്ലെങ്കിൽ അശുദ്ധതയുണ്ടെങ്കിൽ നമ്മളതിനെ മാറ്റി സത്യമായിട്ടുള്ള മണി അഥവാ രത്നമാകാൻ ശ്രമിക്കണം. कई यह भी समझते हैं कि हम नज़दीक नहीं हैं इसलिए ही प्रख्यात नहीं हैं. ഈ പലരും വിചാരിക്കുന്നത് ഞങ്ങൾ അടുത്തൊന്നും അല്ലല്ലോ, സമീപമുള്ളവരൊന്നുമല്ല, അതുകൊണ്ടാണ് പ്രശസ്തി വരാത്തത്. ലേക്കിൻ जो सच्चे और पक्के होते हैं वो दूर होते हुए भी अपनी परख छिपा नहीं सकते. कोई कितना भी दूर हो लेकिन बाप दादा के नज़दीक होगा. എന്നാൽ ആരാണോ സത്യമായിട്ടുള്ളതും പക്ക ആയിട്ടുള്ളതും അവർ ദൂരെയാണെങ്കിലും അവരുടെ തിരിച്ചറിവ് ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല, ആർക്കും മറയ്ക്കാൻ പറ്റുകയില്ല. ആര് എത്ര ദൂരെയായിരുന്നാലും അവർ ബാപ്ദാദയുടെ സമീപം തന്നെയായിരിക്കും. അപ്പോൾ ആരാണോ സത്യമായിട്ടുള്ളത്, പക്ക ആയിട്ടുള്ള കുട്ടികൾ, അവരെ ആർക്കും മറച്ചു വയ്ക്കാൻ പറ്റില്ല. അവരെന്നായിരുന്നാലും ശരി അവരുടെ പേര് പ്രശസ്തമാകും. അവരിനി എത്ര ദൂരെ ആയിരുന്നാലും ശരി ബാബയുടെ ഹൃദയത്തിലുണ്ടാവും, ബാബയുടെ സമീപം തന്നെയായിരിക്കും. ജോ ബാപ് കെ നസ്ദീക് ഹെ വോ സബ്കെ നസ്ദീക് ഹെ. ആരാണോ ബാബയുടെ സമീപത്തുള്ളത് അവരെല്ലാവരുടെയും സമീപത്തായിരിക്കും. തോ സച്ചാ ബന്ന ഹെ. അപ്പോൾ അതുകൊണ്ട് ബാബ പറയാണ്, കുട്ടികൾ സത്യമാകണം. സഫായി കാ സബൂത്ത് ചലൻമേ ദിക്താ ഹെ. ശുദ്ധതയുടെ തെളിവ് ചലനത്തിലൂടെ കാണിക്കും. സിർഫ് സമജ്നാ ഹി നഹീ ഹെ ലേക്കിൻ കർമ്മ മേ കർക്കെ ദിഖാനാ ഹെ. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, കർമ്മത്തിൽ ചെയ്ത് കാണിക്കണം. അപ്പം ബാബ പറയുകയാണ്, സത്യത അല്ലെങ്കിൽ ശുദ്ധത അതിനെക്കുറിച്ചുള്ള അറിവ് മാത്രം പോരാ. എനിക്ക് നന്നായിട്ടറിയാം സത്യത എന്താണ് അല്ലെങ്കിൽ ശുദ്ധത എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രം പോരാ. പിന്നെയോ അത് പ്രാക്ടിക്കൽ കർമ്മത്തിൽ ചെയ്ത് കാണിക്കണം. അപ്പോൾ നമ്മളിനി എത്ര ദൂരെയായിരുന്നാലും ബാബയുടെ ഹൃദയത്തിൽ തന്നെ സ്ഥാനം ഉണ്ടാവും. ഒരാളിനും നമ്മളെ മറച്ചു വയ്ക്കാൻ കഴിയില്ല. നമ്മളെങ്ങനെയായിരുന്നാലും പ്രശസ്തിയുള്ളവരായിത്തീരും, ലോകം അറിയുന്നവരായിത്തീരും, ബാബ അറിയും. അതാണ് ബാബ പറയുന്നത്. जो कर्म हो वो भी दूसरों की സർവീസ് के നിമിത്ത ഹോ. ഏത് കർമ്മം ചെയ്യുന്നു അത് മറ്റുള്ളവരുടെ സേവനത്തിന് നിമിത്തമാകണം. അപ്പനി മനസാ വാച കർമ്മണ കോ ചെക്ക് കരു. അപ്പം തൻ്റെ മനസ്സും ശബ്ദവും കർമ്മവും ഇത് മൂന്നും ചെക്ക് ചെയ്യൂ എന്ന് പറയാണ് ബാബ. മനസ്സ വാച കർമ്മണ, എപ്പോഴും എൻ്റെ ചിന്തകൾ, ശബ്ദം, പ്രവൃത്തി എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യൂ. ആ പപ്പനേക്കോ ക്യാ കഹലാത്തേ ഹോ. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയാറുള്ളത്? ബാപ് ദാദാ ബി ആപ് സഭി കോ ക്യാ ടൈറ്റിൽ ദേത്തേ ഹേ വഹ് യാദ് ഹേ. ബാപ് ദാദായി നിങ്ങൾക്ക് എന്ത് ടൈറ്റിലാണ് തരാറുള്ളത്, അത് ഓർമ്മയുണ്ടോ?
ബാബ്ദാദായി നിങ്ങൾക്ക് ഏത് ടൈറ്റിലാണ് തരുന്നത് ഓർമ്മയുണ്ടോ എന്ന് ബാബ ചോദിക്കുക. സർവീസബിൾ ബച്ചേ. ബാബ കുട്ടികൾക്ക് തരുന്ന ടൈറ്റിൽ ഇതാണ്, സർവീസബിൾ മക്കൾ. तो जो सर्विसेबल हैं उनका हर संकल्प, हर शब्द, हर कर्म സർവീസ് ഹി കരേഗ. അപ്പോൾ ആരാണോ സർവീസിബിളായിട്ടുള്ളത് അവരുടെ ഓരോ സങ്കല്പവും ഓരോ ശബ്ദവും ഓരോ കർമ്മവും സർവീസേ ചെയ്യുകയുള്ളൂ. ഭാഷൺ കർണ കിസി കോ സംജാന സിർഫ് യഹി സർവീസ് നഹി ഹെ. പ്രഭാഷണം ചെയ്യുക അല്ലെങ്കിൽ ആർക്കെങ്കിലും ജ്ഞാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുമാത്രമല്ല സേവനം. ബാബ സേവനം എന്താണെന്നും കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പലരും പല രീതിയിലാണ് സേവനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രസംഗിച്ചാൽ മാത്രമേ സേവനമാകുകയുള്ളൂ, ക്ലാസ് എടുത്താൽ മാത്രമേ സേവനമാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാബ പറയുകയാണ്, ഇത് മാത്രമല്ല സേവനം. പരന്തു ജോ സർവീസബിൾ ഹേ വോ ഹർ സെക്കൻഡ് സർവീസ് ഹി കർത്തേ രഹത്തെ ഹെ. ആരാണോ സർവീസബിളായിട്ടുള്ളത് അവരോരോ സെക്കൻഡും സേവനം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. तो अपने को देखना है कि हमारी हर सेकंड സർവീസബിൾ ചലൻ ഹോത്തി ഹേ. അപ്പോൾ സ്വയം തന്നെ നോക്കണം, എൻ്റെ ഓരോ സെക്കൻഡും സർവീസബിൾ ചലനമാണോ. तो अपने को देखना है कि हमारी हर सेकंड सर्विसेबल चलन होती हैं. वह कहाँ डिसर्विस वाली चलन तो नहीं है. ഇത് എൻ്റെ ചലനം എപ്പോഴെങ്കിലും ഡിസർവീസ് ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്യണം. जब नाम सर्विसेबल हैं तो कर्म भी ऐसा ही होना चाहिए. പേര് സർവീസബിൾ എന്നാണ്, അപ്പോൾ തീർച്ചയായിട്ടും പ്രവൃത്തിയും അതേപോലെ തന്നെയായിരിക്കണം. ഇസ്ലിയെ ജോ കഹനാ ഹേ വോ കർനാ ബി ഹേ. അതുകൊണ്ട് എന്ത് പറയണോ അത് ചെയ്യുകയും കൂടി വേണം. യഹ് യാദ് രഖ്നെ സേ പുരുഷാർത്ഥമേ സഹജ് സഫലത പായെങ്കി. ഇത് ഓർമ്മയിൽ വയ്ക്കുന്നതിലൂടെ പുരുഷാർത്ഥത്തിൽ വളരെ പെട്ടെന്ന് വിജയമുണ്ടാകും. कई बहुत खुश होते हैं कि हमने इतने जिज्ञासु समझाए, इतने भाषण किए, बहुत സർവീസ് की. പല കുട്ടികളും ഇത്രയും സന്തോഷിക്കുന്നുണ്ടെന്ന്, ഞാൻ ഇത്ര പേർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുത്തു, ഇത്രയും പ്രഭാഷണം ഞാൻ ചെയ്തു, ഞാൻ വളരെയധികം സേവനം ചെയ്യുന്നുണ്ട് എന്ന്. ലേക്കിൻ വോ ഭി ഹദ് കി സർവീസ്. ബാബൻ ഈ പറഞ്ഞതൊക്കെ പരിധിയുള്ള സർവീസാണ്. അബ് തോ ബേഹദ് കി സർവീസ് കർണി ഹെ. ഇപ്പം ചെയ്യേണ്ടത് പരിധിയില്ലാത്ത സേവനമാണ്. മനസ്സ വാച കർമ്മണ തീനോ രൂപോ സെ ബേഹദ് കി സർവീസു. മനസ്സ വാച കർമ്മണ 3 രൂപത്തിലും പരിധിയില്ലാത്ത സേവനം നടക്കണം. ഉസ്കോ കഹാ ജാത്ത ഹെ സർവീസബിൾ. അതിനെയാണ് പറയുന്നത് സർവീസബിൾ എന്ന്. अब अपने को देखो कि हम സർവീസബിൾ ബനെ ഹേ. ഓരോരുത്തരും അവരവരെ നോക്കണം, ഞാൻ സർവീസബിൾ ആയോ. അപ്പോൾ ഇവിടെ ബാബ സർവീസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആരാണോ മനസ്സാ വാച കർമ്മണ ഒരേപോലെ ആയിരിക്കുന്നത്, അതായത് എന്ത് മനസ്സിൽ ചിന്തിക്കുന്നുവോ അതുപോലെ തന്നെ പറയുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അർത്ഥം സത്യതയും ശുദ്ധതയും ഉള്ള കുട്ടികൾ, അവരുടെ ഓരോ ചലനത്തിലും ഓരോ കർമ്മത്തിലും ഓരോ സെക്കൻഡിലും സേവനമാണ് നടക്കുന്നത്. സേവനം എന്ന് പറയുമ്പോൾ നമ്മൾ കോഴ്സ് എടുക്കുക, പ്രഭാഷണം ചെയ്യുക, അല്ലെങ്കിൽ എക്സിബിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക, ഇത് മാത്രമല്ല. ഇത് പരിധിയുള്ള സേവനമാണ്. പരിധിയില്ലാത്ത സേവനം എന്ന് പറയുമ്പോൾ സർവീസബിളായിട്ടുള്ള കുട്ടികളുടെ ഓരോ സങ്കല്പത്തിലും ഓരോ സെക്കൻഡിലും ഓരോ ശ്വാസത്തിലും ഓരോ ചലനത്തിലും സേവനം തന്നെയാണ് നടക്കുന്നത്. ബാബ പറയുകയാണ്, ശരിക്കും ഞാൻ സർവീസബിൾ ആണോ, എൻ്റെ ഭാഗത്തുനിന്ന് ഡിസർവീസൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് കുട്ടികൾ കൂടെ കൂടെ ചിന്തിക്കണം. ഞാൻ എത്രമാത്രം സർവീസബിളായി. ബാബ പറയുന്നത് പോലെയുള്ള ഒരു ജീവിതമാണോ എൻ്റേത്. എൻ്റെ ചിന്തകളിൽ നിന്ന് സങ്കുചിത മനോഭാവമൊക്കെ പോയല്ലോ. എൻ്റെ മനസ്സിലെപ്പോഴും വിശാലമായ ചിന്തകൾ തന്നെയാണല്ലോ.
എന്ന് സ്വയം തന്നെ തന്നെ ചെക്ക് ചെയ്ത് തിരുത്തൂ, ചേഞ്ച് ചെയ്യൂ എന്ന് ബാബു പറയണം. अब तो बेहद की सर्विस करनी है. मनसा वाचा कर्मणा तीनों रूप से बेहद की सर्विस हो, उसको कहा जाता है सर्विसेबल. ऐसा सर्विसेबल फिर स्नेही भी बहुत होगा. ഇങ്ങനെ സർവീസബിളായിട്ടുള്ള കുട്ടികൾ വളരെ സ്നേഹിയായിരിക്കും. अब ऐसा सभी ने ठप्पा लगाया है വാ കോയി സാഹസ് അഭി രഖ് രഹേ ഹെ. ഇപ്പോൾ അങ്ങനെയുള്ള മുദ്ര അടിച്ചിട്ടുണ്ടോ? കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു സ്റ്റാമ്പ് പതിപ്പിക്കാൻ കഴിഞ്ഞു, എല്ലാവരുടെയും സ്നേഹിയായി തീർന്നു? അതോ ഇപ്പോഴതിനുള്ള സാഹസം വെക്കുകയാണോ? ഞാൻ ഇനി അങ്ങനെ ചെയ്യാം, മനസ്സാ വാച കർമ്മണ, ഞാൻ ബാബ പറയുന്നത് പോലെയുള്ള സേവനം ചെയ്യാം ബാബ, അങ്ങനെ ഒരു ധൈര്യം വെക്കുകയാണോ ഇപ്പോൾ ചെയ്യുന്നത്? അതോ ഓൾറെഡി അങ്ങനെ ആയിക്കഴിഞ്ഞു എന്ന് ബാബ ചോദിക്കുകയാണ്. जब करना ही है तो गोया ठप्पा लगा होगा ना, लग गया है. ബാബ പറയാണ് നിങ്ങൾ ചെയ്യുക തന്നെ വേണം. അർത്ഥം നിങ്ങൾക്ക് മുദ്ര പതിച്ചു കഴിഞ്ഞു, നിങ്ങൾ അങ്ങനെ ആയിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. अपने में शक क्यों रखते हो कि न मालूम परीक्षा में पास हो वा फेल हो. സ്വയം തന്നിൽ എന്തിനായി സംശയം വയ്ക്കുന്നത്? പരീക്ഷ വരുമ്പോൾ ഞാൻ തോറ്റു പോകുമോ അതോ ഞാൻ ജയിക്കുമോ എന്ന്. നമ്മളെപ്പോഴും പരീക്ഷാ ഹാളിലാണല്ലോ. പരീക്ഷ നമ്മളെപ്പോഴും പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വരുന്ന പരീക്ഷകളിൽ ഞാൻ മാനസികമായി തളർന്നു പോകുമോ അതോ ഞാൻ ജയിക്കുമോ, ഇങ്ങനെയുള്ള ചിന്താക്കുഴപ്പത്തിൽ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാബ പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ, നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ തീർച്ചയായിട്ടും ബാബയുടെ സർവീസബിൾ കുട്ടികൾ തന്നെയാണ്. होशियार स्टूडेंट्स सदैव निश्चय से कहते हैं कि हम तो नंबर 1 आएंगे. സമർത്ഥരായ വിദ്യാർത്ഥികൾ എപ്പോഴും നിശ്ചയത്തോടു കൂടി തന്നെ പറയും ഞങ്ങൾ നമ്പർ 1 ആകുമെന്ന്. अगर पहले से ही अपने में संशय रखेंगे तो संशय की रिजल्ट क्या होती है. നേരത്തെ തന്നെ സ്വയം തന്നിൽ സംശയം വെക്കുകയാണെങ്കിൽ സംശയത്തിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? फिर विजयी बन न सके, പിന്നെ ഒരിക്കലും വിജയിയാകാൻ കഴിയില്ല. പരീക്ഷ എഴുതാൻ പോകുന്നൊരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് മുൻപ് തന്നെ ഞാൻ ജയിക്കുമോ അല്ലെങ്കിൽ ഞാൻ തോൽക്കുമോ എന്നുള്ള സംശയമാണുള്ളതെങ്കിൽ എനിക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഇങ്ങനെയുള്ള സംശയമാണ് മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർക്കെങ്ങനെ വിജയിക്കാൻ സാധിക്കും? അപ്പം അതേപോലെ ബാബ ഇവിടെ ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴും സംശയമാണ്, ചിന്താക്കുഴപ്പമാണ് എങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്തായിരിക്കും? अगर जरा भी संशय रखा तो विजय नहीं बनेंगे जब तक निश्चय नहीं है. ലേശമെങ്കിലും സംശയം വയ്ക്കുകയാണെങ്കിൽ വിജയിയാകാൻ കഴിയുകയില്ല, എപ്പോൾ വരെ നിശ്ചയം വരുന്നില്ലയോ. ഞാൻ വിജയിക്കും എന്നുള്ള നിശ്ചയം എപ്പോൾ വരെ വരുന്നില്ലയോ അതുവരെ വിജയിക്കാൻ പ്രയാസമാണ് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. आप लोगों ने शुरू से ही दावा लगाया है कि वर्षा लेकर ही छोड़ेंगे. നിങ്ങൾ തുടക്കം മുതൽ തന്നെ വെല്ലുവിളിച്ചിട്ടുള്ളവരാണ്, ഞങ്ങൾ ബാബായിൽ നിന്ന് സമ്പത്ത് എടുത്തിട്ടേ പോവുകയുള്ളൂ. യാ സോച്ചാ താ കി ദേഖെങ്കെ, അതോ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നോക്കട്ടെ, ബാബായിൽ നിന്ന് സമ്പത്ത് എടുക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കട്ടെ, അങ്ങനെയല്ലല്ലോ നിങ്ങൾ ചിന്തിച്ചത്. വെല്ലുവിളിച്ചു അർത്ഥം ആയിക്കഴിഞ്ഞു. നിങ്ങൾ ബാബയുടെ അടുത്ത് ലോകത്തോട് തന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്, ബാബയിൽ നിന്ന് നമ്മൾ സമ്പത്ത് എടുത്തിട്ടേ വിടുകയുള്ളൂ, എപ്പോഴും നമ്മൾ ബാബയുടെ അജ്ഞാകാരികൾ തന്നെ ആയിരിക്കുമെന്ന്. അപ്പോൾ ബാബ പറയുകയാണ്, നിങ്ങളങ്ങനെ പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ്, വെല്ലുവിളിച്ചിട്ടുള്ളവരാണ്. വെല്ലുവിളിച്ചു അർത്ഥം നിങ്ങളായിക്കഴിഞ്ഞു. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ സങ്കല്പിച്ചില്ലല്ലോ നോക്കട്ടെ ബാബയിൽ നിന്ന് സമ്പത്ത് എടുക്കാൻ പറ്റുമോ ഇല്ലയോ, അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ. जब अपने को निश्चय बुद्धि कहते हैं तो कोई भी बात में न बाप में न बाप की नॉलेज में न बाप के परिवार में संशय व विकल्प उड़ना नहीं चाहिए. നിശ്ചയബുദ്ധി എന്ന് പറയുമ്പോൾ ബാബയിലോ ബാബയുടെ ജ്ഞാനത്തിലോ ബാബയുടെ കുടുംബത്തിലോ സംശയമോ വികല്പമോ വരാൻ പാടില്ല. ഹം ശിവ് ബാബ കെ ബച്ചേ, നമ്മൾ ശിവ് ബാബയുടെ മക്കളാണ്. തോ സർവശക്തിവാൻ കെ ബച്ചേ നിശ്ചയബുദ്ധി ഹേ,
സർവശക്തിവാൻ്റെ മക്കൾ നിശ്ചയബുദ്ധിയുള്ളവരാണ്. നിശ്ചയബുദ്ധിയുടെ അർത്ഥവും കൂടി ബാബ ഈ സമയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ബാബയിൽ നിശ്ചയബുദ്ധി അർത്ഥം ബാബയിലോ ബാബ തരുന്ന ജ്ഞാനത്തിലോ ബാബയുടെ വിശാലമായ കുടുംബത്തിലോ ഒരിക്കലും സംശയങ്ങളോ വികല്പമോ വരാൻ പാടില്ല. നിശ്ചയബുദ്ധി അർത്ഥം നിശ്ചയബുദ്ധി തന്നെ. ഞാൻ ശിവബാബയുടെ സന്താനമാണ്. അതുപോലെ അതേ നിശ്ചയത്തിൽ, ഉറച്ച നിശ്ചയത്തിൽ തന്നെ മുന്നോട്ട് പോകണം. യെ കോൻ ബോൽത്താ ഹേ, സർവശക്തിവാൻ കെ ബച്ചെ ബോൽത്തേ ഹേ. അവരത് ആരാണ് പറയുന്നത്? സർവശക്തിവാൻ്റെ മക്കളാണ് പറയുന്നത്. നിശ്ചയ രഖ്നെ സേ ഹി വിജയ് ഹോ ജായെങ്കി. നിശ്ചയം വയ്ക്കുന്നതിലൂടെ തന്നെ വിജയം ഉണ്ടാവും. ഭലെ കർക്കെ അന്തർ സംശോ कि न मालूम क्या होगा. എന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ചിന്തിക്കുകയാണ്, അറിഞ്ഞുകൂടാ ഇനി എന്താ വരാൻ പോകുന്നതെന്ന്. പരന്തു ഭിർഭി നിശ്ചയമേ വിജയ് ഹോ ജായെങ്കി. എന്തായിരുന്നാലും നിശ്ചയത്തിൽ വിജയം ഉണ്ടാവും. അത് ഞാൻ സർവശക്തിവാൻ്റെ കുട്ടിയാണ് എന്നുള്ള ബോധത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചിന്ത വരികയാണ്, അയ്യോ നീ ഞാൻ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ. ബാബ പറയണം എന്തായിരുന്നാലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും. അപ്പം നിശ്ചയത്തിൽ എത്രമാത്രം വിജയമുണ്ട്, ബാബ കൂടെ ഉള്ളത് കൊണ്ട് എത്രമാത്രം വിജയികളായി തീരുന്നു നമ്മൾ എന്നുള്ളത് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അഗർ നിശ്ചയ നഹി ഹേ തോ ആപ്കാ കർമ്മ ഭി വൈസാ ഹി ചലേഗ. നിശ്ചയമില്ല എങ്കിൽ നിങ്ങളുടെ കർമ്മം അതേപോലെ ആയിരിക്കും. നിശ്ചയ രഖേങ്കെ കി ഹംകോ കർനാ ഹി ഹേ തോ കർമ്മ ഭി വൈസാ ഹി ഹോങ്ക. നിശ്ചയം വയ്ക്കുകയാണ് എനിക്ക് ചെയ്യുക തന്നെ വേണമെന്ന്, അപ്പോൾ കർമ്മം അതേപോലെയാകും. അവരെല്ലാത്തിൻ്റെ ആധാരം നിശ്ചയമാണ്. അപ്പോൾ നിശ്ചയത്തിൽ നല്ല ഉറപ്പുണ്ട് എങ്കിൽ കർമ്മം അതേപോലെ തന്നെയാവും, ശബ്ദങ്ങളും അതേപോലെയാവും, റിസൾട്ടും അതേപോലെ ഉറച്ചു തന്നെയായിരിക്കും. അപ്പോൾ നിശ്ചയത്തിൽ ഒരിക്കലും കുറവ് വരാൻ പാടില്ല. അഗർ ഖ്യാൽ കരേങ്കെ കി അച്ഛാ ദേഖേങ്കെ കരേങ്കെ തോ കർമ്മ ഭി ഡീലാ ഹോ ചലേഗ. ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നോക്കട്ടെ, ചെയ്യാം, അങ്ങനെയാണെങ്കിൽ കർമ്മത്തിലും ആ അയവ് തന്നെ വരും. കവി ഭി അപ്പനെ മേ കംജോരി കി സംശയ കി ഫീലിംഗ് നഹി ആനി ചാഹിയെ. ഒരിക്കലും തന്നിൽ ശക്തിഹീനതയുടെ സംശയത്തിൻ്റെ ഫീലിങ്സ് വരാൻ പാടില്ല. ശക്തിഹീനതയുടെയോ സംശയത്തിൻ്റെയോ ഫീലിങ്സ് ഒരിക്കലും തന്നിൽ വരാൻ പാടില്ല. കംജോരി കെ സങ്കല്പ് ഹി സംശയ. ശക്തിഹീനതയുടെ സങ്കല്പം തന്നെയാണ് സംശയം. അബ് കഹാൻ തക് യഹ് പുരാനെ സംസ്കാർ ഓർ സങ്കല്പ് രഹേങ്കെ. ബാബ ചോദിക്കുകയാണ്, എവിടം വരെ ഈ പഴയ സംസ്കാരവും സങ്കല്പവും ഉണ്ടാവും? പുരാനെ സംസ്കാർ ഭി നഹി. പഴയ സംസ്കാരേ വരാൻ പാടില്ല. സംസ്കാർ തോ മോട്ടി ചീസ് है, लेकिन पुराने संकल्प खत्म होने चाहिए, तब कहेंगे भट्टी से पक कर निकल रहे हैं. ബാബയുടെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് വലുതായിട്ടുള്ള രൂപമാണ്. എന്നാൽ പഴയ സങ്കല്പം ഇല്ലാതായിത്തീരണം, പൂർണ്ണമായിട്ടും ഇല്ലാതാകണം. അപ്പോൾ പറയാം നിങ്ങൾ ഈ ഭട്ടിയിൽ നിന്ന് പാകമായിട്ട് പുറത്തു വന്നു. അപ്പോൾ ഭട്ടി കാ അർത്ഥ ഹി ക്യാ ഹേ? ബാബ ചോദിക്കുക, തീ ചൂള. ഭട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭട്ടി മേ സാരാ ജൽക്കർ കദം ഹോ ജാത്താ ഹേ. തീ ചൂളയിൽ വയ്ക്കുന്നതെല്ലാം എരിഞ്ഞ് തീരുകയാണല്ലോ ചെയ്യുന്നത്. രൂപ ഹി ബദൽ ജാത്താ ഹേ. ചൂളയിൽ വയ്ക്കുന്ന ഒരു സാധനത്തിൻ്റെ രൂപം തന്നെ മാറും. അപ്പം ബാബു പറയാണ്, കുട്ടികൾ ഭട്ടി അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഭട്ടിയിൽ പറയുമ്പോഴർത്ഥം ചൂളയിലിരിക്കുകയാണ്. ചൂളയിൽ എന്താ ഉള്ളത്? ചൂടാണുള്ളത്. അപ്പോൾ ആ ചൂടിൽ പാകമാകുകയാണ് ചെയ്യുന്നത്, പക്വമാകുകയാണ് ചെയ്യുന്നത്, ഉറപ്പുള്ളതായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ സ്വഭാവങ്ങളിലും സങ്കല്പ സംസ്കാരങ്ങളിലും മാറ്റം വന്ന് പുതിയതായി തീരുമ്പോൾ മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ, നിങ്ങൾ ശരിക്കും ഭട്ടിയിൽ നിന്ന് പാകമായി, ശരിക്കും നിങ്ങളിൽ മാറ്റം വന്നു, പരിവർത്തനപ്പെട്ടു എന്നേ പറയാൻ കഴിയുള്ളൂ എന്ന് പറയണം. कोई भी चीज़ भट्टी में डालेंगे तो उनका रूप गुण आदि सब बदल जाएगा. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു ചൂളയിൽ തീയിലിടുകയാണെങ്കിൽ അതിൻ്റെ രൂപവും ഗുണവും എല്ലാം മാറും. ആപ്പ് വേ ഭട്ടി കർത്തേ ഹേ തോ രൂപ് ഗുണ ബദൽനാ ചാഹിയേ ന. അപ്പോൾ അവരെ സാധാരണ ഒരു ചൂളയിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ രൂപവും നിറവും ഗുണമൊക്കെ മാറാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളിവിടെ യോഗ ഭട്ടി, യോഗ അഗ്നിയാണ് നിങ്ങളും ചെയ്യുന്നത്, യോഗത്തിലിരിക്കുകയാണ്. അപ്പം നിങ്ങളിലും രൂപത്തിലും
ഗുണത്തിലും മാറ്റം വരണ്ടേയും ചോദിക്കുകയാണ്. ईंट जब पकता है तो पहले मिट्टी होती है, फिर पकने से उनका रूप गुण बदल जाता है और कर्तव्य भी बदल जाता है. ഇഷ്ടിയെ പാകമാക്കുമ്പോൾ അഥവാ ചൂളയ്ക്ക് വയ്ക്കുമ്പോൾ നേരത്തെ അത് വെറും മണ്ണാണ്. അത് പാകമായി തീരുമ്പോൾ ചൂട് പിടിച്ച് പാകമാകുമ്പോഴാണ് രൂപവും ഗുണവും മാറുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കർത്തവ്യത്തിലും മാറ്റം വരും. അപ്പം അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ ഇഷ്ടിക ചൂളയ്ക്ക് വയ്ക്കുമ്പോൾ അതാദ്യമേ വെറും പച്ചമണ്ണാണ്. പിന്നെ അത് ചൂട് പിടിച്ചാണ് അതിൻ്റെ ആ രൂപവും അതുപോലെ നിറവും ഗുണവും കർത്തവ്യമൊക്കെ മാറുന്നത്. അതേപോലെ ബാബ പറയുകയാണ്, ഇസി രീതി അപ്പന രൂപ ഗുണ और कर्तव्य तीनों ही बदलते जाना है, यह है भट्टी की റിസൾട്ട്. അപ്പം അതേപോലെ തന്നെ തൻ്റെ രൂപവും ഗുണവും കർത്തവ്യം ഇത് മൂന്നും മാറിക്കൊണ്ടേ പോകണം. അതാണ് ഭട്ടിയുടെ റിസൾട്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും ബാബയെ ഓർക്കുന്നുണ്ട്, യോഗാഗ്നിയിലിരിക്കുന്നുണ്ട്, ഭട്ടി നമ്മൾ ചെയ്യുന്നു എങ്കിൽ ആ ഭട്ടിയുടെ അർത്ഥമാണ് രൂപം, ഗുണം, കർത്തവ്യം. ഇതിൽ നമുക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. ആപ്കെ ഉമംഗോं के साथ बाप दादा की भी मदद है. ബാബയുടെ നിങ്ങളുടെ ഉണർവിനോടൊപ്പം ബാപ്ദാദായുടെ സഹായവും കൂടിയുണ്ട്. അതായത് എനിക്ക് യോഗം ചെയ്യണം, എന്നിലൊരു മാറ്റം കൊണ്ടുവരണം, എൻ്റെ ഗുണത്തിൽ മാറ്റം വരണം, എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരണം, എനിക്ക് വലിയ കർത്തവ്യം ചെയ്യണം എന്നുള്ള ഉണർവ് കുട്ടികളിൽ കാണുമ്പോൾ ബാബ പറയാം, എൻ്റെ സഹായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറാൻ കഴിയുമെന്ന്. അപ്പോൾ ബത്താവോ കി ബദൽ ലിയാ ഹേ വാ ബദലേങ്കി. ബാബ ചോദിപ്പോൾ നിങ്ങൾ പറയൂ, നിങ്ങൾ മാറിക്കഴിഞ്ഞോ അതോ ഇനി മാറാൻ പോവുകയാണോ? आप अपने में निश्चय रखेंगे तो बाप दादा भी अवश्य मददगार बनते. നിങ്ങൾ നിങ്ങളെ നിശ്ചയം വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാപ് ദാദായും സഹായിയാകും. സ്നേഹിക്കോ അവശ്യ സഹയോഗം മിൽത്താ ഹൈ. സ്നേഹികൾക്ക് തീർച്ചയായിട്ടും സഹയോഗം കിട്ടും. കിസ്സേ ഭി സഹയോഗം ലേനാ ഹൈ തോ സ്നേഹി ബന്നാ ഹൈ. ആരിൽ നിന്നെങ്കിലും സഹയോഗം എടുക്കണമെങ്കിൽ ആദ്യം സ്നേഹിയാകണം. സ്നേഹി കോ സഹयोग की മാംഗനി നഹി കർണി പടുത്തി. സ്നേഹികൾക്ക് സഹയോഗം ചോദിച്ചു വാങ്ങേണ്ടി വരില്ല. ബാബറാണ് സ്നേഹി ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സഹയോഗം കിട്ടിയിരിക്കും. അപ്പം സ്നേഹികൾക്ക് സഹയോഗം ചോദിക്കേണ്ടി വരില്ല. बाप दादा के स्नेही बनेंगे, परिवार के भी स्नेही बनेंगे तो सभी का सहयोग सदा ही प्राप्त होगा. ബാപ്ദാദയുടെ സ്നേഹിയാകുകയാണെങ്കിൽ, പരിവാരത്തിൻ്റെ സ്നേഹിയാകുകയാണെങ്കിൽ എല്ലാവരുടെയും സഹയോഗം സ്വതവേ പ്രാപ്തമാകും. അപ്പം സ്നേഹിയാകുക സഹയോഗം കിട്ടുന്നതിന് വേണ്ടി. ബാബ പറയാണ്, ബാപ്ദാദയുടെ സ്നേഹിയാകുമ്പോൾ ബാപ്ദാദയുടെ സഹയോഗം കിട്ടും. അതുപോലെ ഈശ്വരി പരിവാരത്തിൻ്റെ സ്നേഹിയാകുമ്പോൾ പരിവാരത്തിൽ നിന്നുള്ള സഹയോഗവും കിട്ടും. അപ്പോൾ സ്നേഹികൾക്കൊരിക്കലും സഹയോഗം ചോദിക്കേണ്ടി വരില്ല. मुख्य ही दो बातें हैं, निश्चय बुद्धि और नष्टो मोह. മുഖ്യമായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. അതായത് ഒന്ന് നിശ്ചയബുദ്ധി, രണ്ട് നഷ്ടോ മോഹ. യഹ് തോ തിലക് മാഥേ പർ ലഗാ ഹി ദിയാ ഹൈ. അവർ ഈ തിലകം എല്ലാവരുടെയും നെറ്റിയിൽ തൊട്ടിട്ടുണ്ട്. സ്ലോഗൻ ഭി യാദ് രഖ്നാ ഹൈ, ജോ കഹേംഗെ വോ കരേംഗെ. അപ്പം മുരളിയുടെ സ്ലോഗൻ ഇത് സദാ ഓർമ്മയിൽ വയ്ക്കണം. എന്ത് ഞാൻ പറയുന്നു അത് ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ കുട്ടികൾ ഇത് ഓർമ്മയിൽ വെക്കണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. യഹ് ഹേ മാതാവും കി സജാവട്ട്. ഇതാണ് മാതാക്കളുടെ അലങ്കാരം. അപ്പം ബാബ പറയുകയാണ്, ഇന്ന് അമ്മമാർക്ക് ബാബ അമ്മമാരെ നന്നായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അതായത് ഒന്ന് നല്ലവണ്ണം തിലകമൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട് ബാബ. അതായത് ഒന്ന് നിശ്ചയബുദ്ധി, പിന്നെ നഷ്ടോ മോഹ, ഈ തിലകം തൊട്ട് കൊടുത്തു. പിന്നെ അടുത്തത് അമ്മമാരോട് ബാബ പ്രത്യേകിച്ചും പറഞ്ഞ സ്ലോഗൻ, എന്ത് ഞാൻ പറയുന്നു അത് ഞാൻ ചെയ്യുകയും ചെയ്യുമെന്ന്. അപ്പോൾ ബാബ പറയാണ്, തോ ഇൻ മാതാവും കാ ശൃംഗാർ രത്നോ സേ കിയാ ജാത്താ ഹൈ. അമ്മമാരെ ബാബ രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയാണ്. സബ്സെ ചമക്കനെ വാല ശൃംഗാർ ഹോത്താ ഹേ രത്നോ കാ. ഏറ്റവും കൂടുതൽ തിളങ്ങുന്നത് രത്നങ്ങളുടെ അലങ്കാരമാണ്. സോനെ മേ ഭി രത്തൻ ഹോത്താ ഹേ തോ ജാസ്തി ചമക്താ ഹൈ.
സ്വർണത്തിലും രത്നം പതിപ്പിക്കുമ്പോൾ അത് കൂടുതൽ തിളങ്ങാറുണ്ട്. तो बाप दादा ने इन माताओं को रत्नों से श्रृंगारा है. അപ്പോൾ ബാപ് ദാദ ഈ മാതാക്കളെ രത്നം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാബ അമ്മമാരെ എല്ലാ അർത്ഥത്തിലും അലങ്കരിച്ചിരിക്കുകയാണ്. ഗുണങ്ങൾ കൊണ്ടും ശക്തികൾ കൊണ്ടും എല്ലാം ബാബ അമ്മമാരെ അലങ്കരിച്ചു. എന്നിട്ട് ബാബ പറയുകയാണ്, അമ്മമാർ നിശ്ചയബുദ്ധിയുള്ളവരുമാണ്, അതേപോലെ നഷ്ടവും മോഹമുള്ളവരുമാണ്. അതേപോലെ തന്നെ എപ്പോഴും ഈ ശ്ലോകം ഓർമ്മയിൽ വെച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ എന്ത് പറയുമോ ബാബ അതേപോലെ ഞാൻ ചെയ്യുമെന്ന്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും വിജയികളായി തീരും. അതുതന്നെയാണ് ബാബ പറയുന്നത് നമ്മളോട്. ഓം ശാന്തി.